ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. വിവസ്ത്രരായി കുംഭമേളയിലെത്തുന്ന നാഗസന്യാസിമാരെ പരിഹാസത്തോടുകൂടിയാണ് ആധുനിക സമൂഹം നോക്കിക്കാണുന്നത്. എന്നാൽ ഭാരതത്തിന്റെ നിലനിൽപ്പിലും ഹിന്ദുമത സംരക്ഷണത്തിലും അവർ നൽകിയ സംഭാവനകൾ അതുല്യമാണ്. കഠിനമായ ധ്യാനമുറകളിലൂടെ ശരീരത്തെയും മനസ്സിനെയും കരുത്തുള്ളതാക്കി മാറ്റുന്ന ഇവർ അപരിഷ്കൃതർ എന്ന രീതിയിൽ നിസ്സാരവൽക്കരിക്കേണ്ടവരല്ല. ആധുനികതയുടെയും പരിഷ്കാരത്തിന്റെയും അളവുകോൽ കൊണ്ട് എല്ലാറ്റിനെയും അളക്കാൻ ശ്രമിക്കരുത്. കൃത്യമായ ലക്ഷ്യത്തിൽ ഏകാഗ്രതയോടെ പ്രയോഗിക്കുന്ന ശബ്ദബീജികൾക്ക് എന്തിനേയും ഈശ്വരനാക്കി മാറ്റാൻ കഴിയും. ഒന്നുകൂടി വിശദീകരിച്ചാൽ എന്തിലും അടങ്ങിയിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്താൻ ശബ്ദത്തിന് കഴിയും എന്നർത്ഥം. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം.
ഭ്രാന്തനായി കണക്കാക്കിയിരുന്ന നാറാണത്ത് ഭ്രാന്തന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും അതിശയകരമാണ്. ഒരു ധനികന്റെയും നാറാണത്ത് ഭ്രാന്തന്റെയും ഉറുമ്പുകളുടെയും കഥയാണ് ഇന്നത്തെ കഥയമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അവധൂത സ്വഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന നാറാണത്ത് ഭ്രാന്തനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകൾ ഇന്ന് സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ വസ്തുത ഉള്ളതുകൊണ്ട് വസ്തുത ഇല്ലാത്തതുകൊണ്ട് ഒക്കെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെ ഉയർത്തി കാണിക്കാനാണ് അത് ഉപയോഗിക്കാറുള്ളത്. പലപ്പോഴും പല ആളുകൾക്കും ഒരു തോന്നലുണ്ടായിരുന്നു, ഇന്നുണ്ട് സമൂഹത്തിൽ അങ്ങനെയുള്ള തോന്നലുള്ള ആൾക്കാർ, ഈ ആധ്യാത്മികമായിട്ടുള്ള രീതിയിലൊക്കെ ഒരുപാട് ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ, അവർക്കൊന്നും ഈ ഭൗതികമായിട്ടുള്ള ലോകത്ത് ജീവിക്കാനുള്ളൊരു ബുദ്ധിയൊന്നും ഇല്ല എന്നൊരു ധാരണ പൊതുവിൽ ആൾക്കാർക്കുണ്ട്. അവരൊക്കെ എല്ലാ സമയത്തും അമ്പലവും ഭക്തിയായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. അവർക്കൊന്നും സാധാരണ ജീവിതമൊന്നും വിധിച്ചിട്ടില്ല, അവർക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല എന്നൊക്കെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പലപ്പോഴായിട്ട് കേൾക്കാറുണ്ട്. ഇത് നാറാണത്ത് ഭ്രാന്തൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഈ കഥയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. നാറാണത്ത് ഭ്രാന്തൻ്റെയും ഉറുമ്പിൻ കൂട്ടത്തിൻ്റെയും ഒരു കഥ നമുക്ക് കേൾക്കാം. ഒരിക്കൽ നാറാണത്ത് ഭ്രാന്തൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് ഈ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ നല്ല ജ്ഞാനമായിരുന്നു. എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്, ഓരോന്നും പഠിക്കേണ്ടത് എങ്ങനെയാണ്, ഓരോ വ്യാകരണം പോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അത് ഉപയോഗിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പ്രയാസം, ഈ നാറാണത്ത് ഭ്രാന്തനെയൊക്കെ പോലെയുള്ള അവധൂത സ്വഭാവത്തിൽ സഞ്ചരിക്കുന്ന മഹാത്മാക്കളെയൊക്കെ അദ്ദേഹത്തിന് പുച്ഛായിരുന്നു. ഇവർക്കൊന്നും ഒരു ബുദ്ധിയില്ല, ഇവർ ഭ്രാന്തായിട്ട് നടക്കുന്ന ആൾക്കാരാണ്, ഇവർക്കൊന്നും പ്രത്യേകിച്ചൊരു ശേഷിയില്ല. പല ആൾക്കാരും നാറാണത്ത് ഭ്രാന്തൻ്റെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയും, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഇതൊക്കെ വെറുതെ പറയണതാണ്, അദ്ദേഹം ഒരു ഭ്രാന്തൻ മാത്രമാണ്, നിങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഭ്രാന്ത് പകരുവാണ് എന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. ഇങ്ങനെ ആ പാണ്ഡിത്യത്തിൽ അഹങ്കരിച്ച് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തിന് കഠിനമായിട്ടുള്ള വയറുവേദന വന്നു എന്നാണ്. അതികഠിനമായിട്ടുള്ള വയറുവേദന. അദ്ദേഹം ഓരോരോ ഡോക്ടർമാരെയായിട്ടും വൈദ്യന്മാരെയൊക്കെ ആയിട്ട് കാണാൻ തുടങ്ങി. ഒരിക്കലും വയറുവേദനയ്ക്ക് യാതൊരു തരത്തിലുള്ള ശമനവും ഉണ്ടാവണില്ല. പല പൂജകളും ചെയ്തു നോക്കി, ഇനിയിപ്പോൾ അത് ചെയ്താൽ മാറുമെന്ന് കരുതിയിട്ട് എത്രയൊക്കെ പൂജ ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ വയറുവേദന മാറിയതുമില്ല. ഇങ്ങനെ ഓരോ ദിക്കിലും പോയി പ്രയാസപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി. പണ്ടുണ്ടായിരുന്ന രൂപമൊക്കെ മാറി, തടിയൊക്കെ പോയി, അങ്ങനെ വളരെ അവശനായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് അദ്ദേഹം മാറി. ഈ സമയത്ത് പണ്ട് അദ്ദേഹം കളിയാക്കിയ ഒരാളെ, നാറാണത്ത് ഭ്രാന്തൻ ദിവ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കളിയാക്കിയ ആളെ അദ്ദേഹം വഴിയിൽ വെച്ച് കണ്ടു. അപ്പം അദ്ദേഹം ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ഇത്ര ക്ഷീണിച്ചത്, അങ്ങേക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, പണ്ട് കണ്ട ആളെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഇയാളോട് പറഞ്ഞു, പണ്ട് തന്നെയൊക്കെ കളിയാക്കിയതിൻ്റെ ഫലമായിരിക്കും, എനിക്ക് വലിയ വയറുവേദന വന്നു, ഇപ്പോഴും മാറിയിട്ടില്ല, ഒരുപാട് പൈസ ഞാൻ ചിലവാക്കി, ഇതുവരെ മാറിയിട്ടില്ല, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം പറഞ്ഞു, താങ്കൾ നാറാണത്ത് ഭ്രാന്തനോടൊന്ന് പോയി ചോദിക്കൂ, അദ്ദേഹം ഇതിൻ്റെ വഴി പറഞ്ഞു തരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയ കുറ്റബോധം, അപകർഷതാബോധം, ഇത്ര നാൾ താൻ കുറ്റം പറഞ്ഞു നടന്നിരുന്ന ഒരാളെ തനിക്കൊരാവശ്യം ഉണ്ടായപ്പോൾ പോയി കാണേണ്ടി വന്നല്ലോ എന്നുള്ളൊരു ചിന്ത ഇതൊക്കെ ഉണ്ടായിന്നാണ്. എങ്കിലും ഈ വയറുവേദന കാഠിന്യം അനുഭവിച്ചിട്ട് മതിയായപ്പോൾ അദ്ദേഹം ഭ്രാന്തൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ഉറുമ്പിൻ കൂട്ടത്തിൻ്റെ മുകളിലേക്ക് കണ്ണു നട്ട് ഇങ്ങനെ അവിടെ ചമ്രം പടിഞ്ഞിരിക്കണം അത്ര കണ്ടത്, താടിക്ക് കൈയും കൊടുത്തിട്ട്. ഇദ്ദേഹം വന്നിങ്ങനെ കരഞ്ഞ് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് തെറ്റുപറ്റി, അങ്ങ് മഹാത്മാവാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ വൈകി, അങ്ങ് എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ വയറുവേദന മാറ്റണം, ഇങ്ങനെ നിന്ന് കരയുക. പക്ഷേ നാറാണത്ത് ഭ്രാന്തനാണെങ്കിൽ അദ്ദേഹം പറയണത് ഒന്നും കേൾക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്രേ, ഓരോ ഉറുമ്പ് പോണതും 12, 13, 14 ഇങ്ങനെ അദ്ദേഹം എണ്ണിക്കൊണ്ടേയിരുന്നു എന്നാണ്. ഇപ്പോൾ ഒരാളിരുന്ന് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റേ ആൾ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരും. ഇദ്ദേഹത്തിന് ഈ പാണ്ഡിത്യത്തിൻ്റെ ഗർവമൊക്കെ പണ്ടൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നുകൊണ്ട് വീണ്ടും അദ്ദേഹം ഇയാളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇയാൾ ഞാൻ പറയണമൊന്നും കേൾക്കണില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം അദ്ദേഹം പറഞ്ഞു, അത്രേ ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കൊന്നും വേണ്ട, ഇപ്പം ഏകദേശം 10,000 എണ്ണം പോയിട്ടുണ്ട്, ഇനി ഒരു 12,000 എണ്ണം കൂടെ പോകാനുണ്ട്, അത് കഴിഞ്ഞാൽ ഇത് മൊത്തം തീരും എന്നാണ് അത്ര പറഞ്ഞത്.
അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു. കാരണം ഞാൻ ഈ അസുഖത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ ഈ ഉറുമ്പിൻ്റെ എണ്ണം എന്നോട് പറയണത് എന്തിനാണ്? വെറുതെ എന്നെ കൂടി വീണ്ടും വിഷമത്തിലാക്കാനും എൻ്റെ രോഗത്തെ പുച്ഛിക്കുമല്ല ഇദ്ദേഹം ചെയ്തതെന്ന് കരുതി ഇദ്ദേഹം തിരിച്ചുപോയി. നേരത്തെ ഇദ്ദേഹത്തെ ഭ്രാന്തൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട ആളെ കാണാൻ പോയി എന്നാണ്. അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, താനല്ലേ പറഞ്ഞത് അയാൾ ഭയങ്കര മഹാത്മാവാണെന്ന്. ഞാൻ പോയ സമയത്ത് അദ്ദേഹം ഉറുമ്പിനെ എണ്ണിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ കഥ മുഴുവൻ പറഞ്ഞിട്ടും അദ്ദേഹം ഉറുമ്പിൻ്റെ എണ്ണം എന്നോട് പറഞ്ഞു എന്നല്ലാണ്ട് ഇത് മാറാൻ എന്ത് ചെയ്യണമെന്ന് ഒരു നിവൃത്തിയും പറഞ്ഞൊന്നുമില്ല. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, എന്താ പറഞ്ഞത് എന്ന് എനിക്ക് പറഞ്ഞു തരുന്നു. അയാൾ പറയണത് ഇപ്പം 10,000 പോയിട്ടുണ്ട്, ഇനി 12,000 എണ്ണം കൂടെ പോകാൻ ബാക്കിയുണ്ട് എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. ഇതിലിപ്പോൾ എന്താ ഇപ്പം എത്ര എനിക്ക് മനസ്സിലാവാനുള്ളത് എന്ന് അങ്ങ് തന്നെ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ഈ പണ്ഡിതൻ്റെ സുഹൃത്ത് അയാളോട് പറഞ്ഞു അത്രേ, താങ്കളുടെ കർമ്മഫലമാണ് താങ്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ പാണ്ഡിത്യത്തിൽ അഹങ്കരിച്ച് അങ്ങ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പണമുണ്ട്. ആ പണത്തിൽ 10,000 പണം ഇപ്പോൾ ചികിത്സയ്ക്കായിട്ട് അങ്ങ് ചെലവഴിച്ചിട്ടുണ്ട്. ഇനി 12,000 പണം കൂടെ ചെലവഴിച്ചാലേ അതിൻ്റെ കർമ്മഫലം മാറുള്ളൂ, അപ്പോഴേ ഈ വയറുവേദന മാറുള്ളൂ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ്. കൃത്യം 12,000 പണത്തിൻ്റെ ചികിത്സ കൂടെ കഴിഞ്ഞപ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ വയറുവേദന മാറി എന്നുമാണ് കഥയിൽ പറയണത്. നോക്കൂ, ഈ അവധൂത സ്വഭാവത്തിലുള്ള ആൾക്കാർ, സന്യാസിമാരൊക്കെ പരോക്ഷപ്രിയാ ദേവഹ എന്ന് ഒന്നും പ്രത്യക്ഷമായിട്ട് പറയില്ല, കുറച്ച് വളങ്ങിയേ പറയുള്ളൂ. എന്തിനാ? നമ്മളുടെ കൂടെ അധ്വാനത്തോടു കൂടി അത് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഒരു മഹാത്മാവായിരുന്നു നാരായണത്ത് ഭ്രാന്തനും. അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ക്ഷേത്രത്തിലെ ദേവപ്രതിഷ്ഠയുടെ ദർശനം എങ്ങോട്ടാണെന്ന് നോക്കിയാൽ ആ മൂർത്തിയുടെ ഭാവം നമുക്കറിയാം. കിഴക്കോട്ട് ദർശനമായാൽ അത് സാത്വികം, പടിഞ്ഞാറ് ദർശനമായാൽ രൗദ്രം കൂടി കലർന്നിരിക്കും, വടക്കു ദർശനമായാൽ പൂർണ്ണമായും രൗദ്രം. അപൂർവം ചില മൂർത്തി പ്രതിഷ്ഠകളല്ലാതെ തെക്കോട്ട് ദർശനമായി സാധാരണ പ്രതിഷ്ഠിക്കാറില്ല. ക്ഷേത്രത്തെ സംബന്ധിച്ചെടുത്ത നിഷ്ഠകൾ ഇങ്ങനെ നീളുന്നു. ഇനി നമുക്ക് ക്ഷേത്രാങ്കണത്തിലെത്തി ദീപാരാധന കാഴ്ച കണ്ടു മടങ്ങാം. അലയാഴി അവിരതം നാമജപം മുഴക്കിക്കൊണ്ടിരിക്കുന്ന ശംഖുമുഖം കടൽ തീരം. അന്തരീക്ഷത്തിൽ ആകമാനം കടൽ കടന്നെത്തുന്ന കാറ്റിൻ്റെ ആർദ്രത. ജീവിതമാകുന്ന മഹാസാഗരത്തിനു മുന്നിൽ കരണീയമെന്തെന്നറിയാതെ പരിങ്ങിയും ഉള്ളുരുകിയും നിൽക്കുന്ന ഭക്തരെ തലോടുന്ന മാതൃവാത്സല്യത്തിൻ്റെ പ്രതീകമായി അമ്മ മഹാമായ കുടികൊള്ളുന്ന ദിവ്യസന്നിധി. ഇതാണ് ശംഖുമുഖം ദേവീക്ഷേത്രം. നന്ദിനി മാമയി പാർവണേന്ദു സമവദനേ അംബ പാഹി പർവത നന്ദിനി മാമയി പാർവണേന്ദു സമവദനേ അംബ പാഹി പർവത. ഇതിന്റെ ഉൽപ്പത്തി കഥ ചരിത്രത്തിനും അപ്പുറത്തേക്ക് നീണ്ടുകിടക്കുന്നതിനാൽ അതറിയണമെങ്കിൽ കടലിനോട് തന്നെ ചോദിക്കണം. കേരളം സൃഷ്ടിച്ച പരശുരാമൻ കേരളത്തിലുടനീളം നടന്ന് ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്ന കാലം. മലയോരങ്ങളിൽ ശാസ്താക്ഷേത്രങ്ങളും തീരദേശങ്ങളിൽ ദേവീക്ഷേത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചു. അത്തരത്തിൽ പരശുരാമനാൽ പ്രതിഷ്ഠിതമായതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹവും എന്നാണ് ഐതിഹ്യം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ശംഖുമുഖം ദേവീക്ഷേത്രം. ദക്ഷിണ പശ്ചിമ ഭാഗങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശം ഒരു കാലത്ത് അസുരഗുരുവായ
ശുക്രാചാര്യരുടെ യാഗഭൂമിയായിരുന്നു എന്നൊരു വിശ്വാസമുണ്ട്. യാഗഭൂമിയിൽ അനേകം നാളുകൾ ശുക്രാചാര്യരും ഭാര്യയും ദേവീധ്യാന നിരതരായി ഇരുന്നിട്ടും ദേവി കണ്ണു തുറന്ന് കടാക്ഷിച്ചില്ല. ദുഃഖിതനായ ശുക്രാചാര്യർ ദേവിയെ ഉണർത്തുന്നതിനു വേണ്ടി തന്റെ കയ്യിലിരുന്ന ശംഖ് ഉച്ചത്തിൽ വിളിച്ചുവെന്നും അത് കേട്ട് കൺതുറന്ന ദേവി ശംഖും അതിനു പിന്നിൽ മുഖവുമാണ് ആദ്യം ദർശിച്ചത്. അതിനാലാണ് ഈ പ്രദേശം ശംഖുമുഖം എന്നറിയപ്പെട്ടതെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനവധി ഐതിഹ്യ കഥകളും ചരിത്ര സൂചനകളും വിശ്വാസങ്ങളും നിലവിലുണ്ട്. ദുർഗാക്ഷേത്ര നാമാവലിയിൽ പരാമർശിക്കുന്ന ആഴിയൂർ ക്ഷേത്രം ഇതാണെന്നാണ് ഒരു വിശ്വാസം. തിരുവിതാംകൂർ രാജവംശത്തിലെ എട്ടരയോഗത്തിന്റെ ഭാഗമായിരുന്ന പൂബക്കര പോറ്റിമാരുടേതാണ് ക്ഷേത്രമെന്നാണ് മറ്റൊരു വിശ്വാസം. ശ്രീകോവിലിൽ 4 തൃക്കൈകളോടെ സ്ഥിതി ചെയ്യുന്ന ദുർഗാദേവി ശംഖും ചക്രവും അമ്പും വില്ലും ധരിച്ച രീതിയിലാണ് ദർശനമരുളുന്നത്. മഹിഷാസുര മർദിനി എന്ന രീതിയിൽ കുടികൊള്ളുന്ന അമ്മ പത്മനാഭ സഹോദരിയായി കണക്കാക്കപ്പെടുന്നു. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മഹിഷാസുര മർദിനിയാണ്. അത് നമ്മൾ സ്വാത്വികമായിട്ട് ദുർഗയുടെ പൂജയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം അത്രയും രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ദേവിയെ സ്വാത്വികമായിട്ടാണ് ഇവിടെ ദുർഗാഭാവത്തിലാണ് ഇവിടെ പൂജിക്കുന്നത്. പാടിച്ച് സന്തതിയുടെ ദോഷങ്ങൾ ഒഴിയാൻ നാഗരാജാവു നാഗേക്ഷിയമ്മ തിരുമുൻപാകെ ശത്രുബാധൽ അകറ്റണമേ, വിഷഭയങ്ങൾ ഒഴിയണം, രാഗുർദോഷം തീരേണം സന്തതിക്ക് പാടിക്കുമ്പോൾ. തൃപ്പദ പത്മത്തിൽ അർപ്പിതമാകും ആത്മാവിനു പൂകാൻ അപ്പുറമുണ്ടോ മുപ്പാരിടമതിൽ മറ്റൊരു പരമപദം. തീരപ്രദേശമായതുകൊണ്ട് തന്നെ ക്ഷേത്രാങ്കണം മണൽ പരപ്പാണ്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന്റെ ഗാംഭീര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശ്രീകോവിലിന് ചുറ്റുമുള്ള ഇടനാഴി മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അടഞ്ഞതായാണ് കാണപ്പെടുന്നത്. ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നിവ വിപുലമായി ഇവിടെ ആഘോഷിച്ചു വരുന്നു. ഓരോ മാസത്തിലെയും വെളുത്ത വാവ് ഇവിടുത്തെ ഒരു പ്രധാന ദിവസമാണ്. മീനമാസത്തിലെ കാർത്തികയ്ക്ക് ആറാട്ട് വരുന്ന രീതിയിലാണ് ഇവിടെ 10 ദിവസത്തെ ഉത്സവം നടക്കുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിനു വേണ്ടിയുള്ള എഴുന്നള്ളത്ത് വേളയിൽ ദേവിക്ക് 16.25 പണം കാണിക്ക വയ്ക്കുന്ന ഏർപ്പാട് ഉണ്ടായിരുന്നു. അത് ഇന്നും തുടരുന്നു. ഇത് ഒരു കാലത്ത് ക്ഷേത്രത്തിന് ലഭിച്ചിരുന്ന രാജകീയമായ പരിഗണനയുടെ സൂചനയാണ്. സ്വാമിയുടെ സഹോദരിയാണ് ശംഖുമോൻ ദേവി. അപ്പോൾ അവിടുത്തെ വർഷത്തിൽ നടക്കുന്ന 2 ആറാട്ടിനും ഇവിടെ ഏറ്റവും ഉത്സവം തുടങ്ങുന്നതിന് മുമ്പിലെ
16 പൊൻപണം ദേവിക്ക് സമർപ്പിച്ചിട്ടാണ് ആറാട്ടിന് ദേവി ഇറങ്ങുന്നത് തന്നെ. സന്ധ്യാദീപം സന്ധ്യാദീപം മുക്തമായി തീരുന്ന മനസ്സിനു നീ സാക്ഷാൽ മുക്തിയുമെന്നമ്മേ അണച്ചിടുന്നു. മുക്തമായി തീരുന്ന മനസ്സിനു നീ സാക്ഷാൽ മുക്തിയുമെന്നമ്മേ അണച്ചിടുന്നു. കുരുക്ഷേത്ര യുദ്ധകാലത്ത് തൻ്റെ ശിഷ്യന്മാരും തൻ്റെ സൈന്യങ്ങളും തൻ്റെ സഹോദരനും വിവിധ ചേരിയിലായി ചിതറിക്കിടന്ന് പരസ്പരം യുദ്ധത്തിലേർപ്പെടുന്നത് കണ്ട് മനസ്സുമടുത്ത ബലരാമൻ തീർത്ഥയാത്രയ്ക്കായി പോയി എന്നും ആ തീർത്ഥയാത്രയ്ക്കിടയിൽ ഈ പ്രദേശവും സന്ദർശിച്ചു എന്നുമാണ് ഒരു വിശ്വാസം. ഈ ദിവ്യസന്നിധിയിലെ പ്രാർത്ഥന വിവാഹ തടസ്സം നീങ്ങുന്നതിനും കുടുംബബന്ധം ദൃഢമാകുന്നതിനും സഹായിക്കുന്നു എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നതിനാൽ ഒരു കാലത്ത് ധാരാളം വിവാഹങ്ങൾ ഈ ക്ഷേത്രസന്നിധിയിൽ നടത്തപ്പെട്ടിരുന്നു. പിന്നീട് ക്ഷയിച്ചുപോയ ക്ഷേത്രം ഇന്ന് പൂർവ്വകാല പ്രൗഢിയെയും വെല്ലുന്ന തരത്തിൽ പുനരുദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രക്കിണറിനു വേണ്ടി തൊട്ടിയും കയറും സമർപ്പിക്കുന്നത് ആസ്മ രോഗ നിവാരണത്തിന് പ്രതിവിധിയായി കണക്കാക്കപ്പെടുന്നു. ഇന്ന് വൈകുന്നേരം സമർപ്പിച്ചത് പിറ്റേ ദിവസം രാവിലെ ഇവിടുത്തെ കിണറിൽ നിന്ന് നമ്മൾ ആ തൊട്ടിയും കയറും വെച്ചാണ് വെള്ളം കോരി ദേവിക്ക് അഭിഷേകം കഴിച്ച് അന്ന് രാവിലെ ആ തീർത്ഥം പഥ്യത്തോടു കൂടി സേവിക്കുക എന്നുള്ളതാണ്. പ്രശാന്ത ചാരുതയാൽ സഞ്ചാരികളെയും വിശ്വാസപ്പെരുമയാൽ ഭക്തജനങ്ങളെയും ഒരുപോലെ ആകർഷിച്ചുകൊണ്ട് മാതൃഭാവത്തോടെ ദുർഗാഭഗവതി ഇവിടെ കുടിയിരിക്കുന്നു. നമുക്ക് നിലനിൽക്കാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നമ്മുടെ സൃഷ്ടാവ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എന്നിട്ടും പലരും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ നമ്മുടെ കഴിവുകളിൽ വിശ്വാസമില്ലാതെയും നമ്മുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താതെയും നാം സ്വയം തോൽവി ഏറ്റുവാങ്ങുകയാണ്. സ്വയം തിരിച്ചറിയുക, വിജയിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.